അങ്ങനെ മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റ് വന്നിരിക്കുന്നു. കൂലങ്കഷമായി ബജറ്റിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ഒരുപാടുണ്ട്. ഈ ബജറ്റ് കണ്ടപ്പോൾ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ. തൊഴിലില്ലായ്മയാണല്ലോ ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിനെ അഡ്രസ്സ് ചെയ്യാൻ മോദി ഗവൺമെൻറ്റിൻ്റെ ഈ ബജറ്റിൽ ഒന്നും ചെയ്തില്ല എന്നാരോപിക്കുന്ന പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ബജറ്റ് വെച്ച് എനിക്ക് നൽകാനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് പുതിയതായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് സ്വകാര്യ കമ്പനികളിൽ ആദ്യ മാസ ശമ്പളം കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളതാണ്. ബജറ്റിൽ എനിക്ക് ഏറ്റവും ആശ്വാസം നൽകിയ തീരുമാനവും അതാണ്. അതിന് കൃത്യമായൊരു കാരണവുമുണ്ട്. എന്തിനാണിത് എന്ന് പലർക്കും സംശയം തോന്നാം. കേന്ദ്ര സർക്കാർ വീണ്ടും സ്വകാര്യ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണോ ഈ തീരുമാനമെടുത്തത് എന്ന് നാളെ പലരും പറയുകയും ചെയ്തേക്കാം. എന്നാൽ ദീർഘകാലത്തെ കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് രാജ്യത്തിനുണ്ടായ ഒരു അപകടം കൂടിയാണ് മോദി സർക്കാർ ഈ തീരുമാനത്തിലൂടെ തിരുത്തുകയാണ് എന്നതാണ് വസ്തുത. അത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ നിർമ്മല സീതാരാമൻ ബജറ്റിന് ഒരു മാസം മുമ്പ് നൽകിയ ഈ ഇൻ്റർവ്യൂ ഒന്ന് കാണണം. Ma'am, the Skill India report says that more than 35% of our BTech students are unemployable, 30% of our MBA students are unemployable, 60% of our ITI students are unemployable, and more than 75% of our Polytechnic students are unemployable. So, and you know, ma'am, big companies tell me that a properly qualified engineer is recruited, but almost 6 months goes away in making him job fit. correct. It's an investment for the company, and why should they have to do it? So the qualifications with which people ready themselves to face a job are still not really up to the industry's requirement. And many companies, particularly the medium and small ones, can't even afford to, invest in training them, because after 6 months of training, God knows where he'll go. Correct. So the considerations for industry are all now becoming so difficult that youth who think that they come out of universities are ready for jobs are unable to digest the fact that probably they are just not ready for jobs yet. But so, is this a government observation? Is this something which I'm going to leave it as it is? It's for them to face? No. We are trying to bridge this gap. We are trying to work with industry groups to say, why don't you tell us what is the kind of requirement you have? And in the curriculum that is being imparted, would you want to join hands, at least in the last 1 year, at least in the last 2 years of an engineering course, and say, look, give him such skills which are required for a forging company, metal forging company, or if it's an automobile shop floor, what would you want him to do? I know there are institutions like the Power Tools Institute or something, Government of India run, Okay. which trains mechanical engineers, which trains people how to go about using instruments and be of, relevance in the shop floor. അതായത് ദീർഘകാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ വിദ്യാഭ്യാസ നയങ്ങളും സിലബസും വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി ബിസിനസ്സും കാരണം ഈ രാജ്യത്ത് ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പല പ്രൊഫഷണൽ കോഴ്സുകളിലും ഉയർന്ന മാർക്കോടെ പാസ്സാകുന്ന 80% വിദ്യാർത്ഥികളും തനിച്ചൊരു ജോലി ചെയ്യാൻ കഴിയും വിധം സ്കില്ലില്ലാത്ത ആളുകളാണ്. 20% ആളുകളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് സംശയം തോന്നാം. അവരും പഠിച്ചിറങ്ങുന്നത് ഇതേ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയല്ലേ, പിന്നെ അവർക്ക് മാത്രം എങ്ങനെ സ്കിൽ കിട്ടി എന്നും സംശയം തോന്നാം. അവന് സ്കില്ലുണ്ടാകുന്നത് അവൻ്റെ സ്വന്തം കഴിവും അവൻ്റെ പരിചയങ്ങളും അവൻ്റെ ബന്ധങ്ങളും കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങി എനിക്ക് തൊഴിൽ തായോ എന്ന് നിലവിളിക്കുന്ന ബിരുദധാരികളിൽ ഭൂരിഭാഗത്തെയും ജോലിക്കെടുക്കാൻ രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ തയ്യാറായിരുന്നില്ല എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പറയുന്നത്. രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് നൽകുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 6 മാസമെങ്കിലും അവർക്ക് ശമ്പളം നൽകി ട്രെയിനിങ് കൊടുത്ത ശേഷമാണ് അവനെക്കൊണ്ട് കമ്പനിക്ക് ഉപകാരപ്രദമാകും വിധം അവനെ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷനുള്ള ഈ ഫീൽഡിൽ ജോലിക്ക് എപ്പോഴും കമ്പനികൾ മുൻഗണന കൊടുക്കുന്നത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളിലോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കാണ്. അതായത് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ട്രെയിനുകളായി പോലും എടുക്കുന്നത് കമ്പനികൾക്ക് നഷ്ടമാണ് എന്നർത്ഥം. ഇപ്പോൾ അപ്രൻറ്റീസിനും ട്രെയിനിക്കും വരെ യൂണിയനുമാണല്ലോ. അതേസമയം സർക്കാർ ജോലി കിട്ടാൻ ഈ പരിചയം നിർബന്ധമല്ലാത്തതുകൊണ്ട് മടിയൻ വൈറ്റ് കോളർ മലയാളിക്കിഷ്ടം ഈ ഗവൺമെൻറ് ജോലിയാണ്. അത് കിട്ടാൻ PSC എഴുതിയാൽ മാത്രം പോരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പും ഒപ്പം കാശും വേണമെന്നത് ഇപ്പോൾ പരസ്യമാണല്ലോ. അതിലൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്വകാര്യ കമ്പനികളിൽ കൂടുതൽ പുതിയ യുവാക്കൾക്ക് തൊഴിലവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പാക്കേജ് കൊണ്ടുവന്നത്. അതായത് വെറും സർട്ടിഫിക്കറ്റ് മാത്രമുള്ള പരിചയമില്ലാത്ത ഒരാളെ ഒരു ജോലിക്ക് കമ്പനി എടുക്കുമ്പോൾ
അവന് ആ ജോബിൽ ട്രെയിനിങ് നൽകേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് ഇനി കമ്പനികൾക്കുള്ളത്. ആദ്യ മാസത്തെ ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നൽകും. കഴിവുള്ളവൻ ആ ഒരു മാസം കൊണ്ട് ജോലി പഠിച്ചെടുക്കണം. അങ്ങനെ പഠിച്ചെടുത്താൽ അവന് ആ കമ്പനിയിൽ സ്ഥിരജോലി ലഭിക്കുകയും ചെയ്യും. ഒരു മാസം കൊണ്ട് പണി പഠിച്ചെടുക്കാൻ കഴിവില്ലാത്തവർ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു മാസ ശമ്പളം വാങ്ങി ജോലിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അതെ, മെറിറ്റാണ്. മെറിറ്റ് മാത്രമായിരിക്കും ഇനി ജോലി ലഭിക്കാനുള്ള മാനദണ്ഡം. പക്ഷേ ഇത് വെറുമൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇതിൻ്റെ സ്ഥായിയായ പരിഹാരം എന്നത് ദേശീയ വിദ്യാഭ്യാസ തലത്തിലെ മാറ്റം തന്നെയാണ്. അതിനുതകുന്ന രീതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നരേന്ദ്രമോദി സർക്കാർ മാറ്റം വരുത്തിയിട്ടുമുണ്ട്. പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും കഴിയണം. ജോലി ലഭിക്കുന്ന തരത്തിലേക്ക് ആ മാറ്റം സാധ്യമാകണമെങ്കിൽ വീണ്ടും ഒരു 10 വർഷം കൂടി എടുക്കും. അതായത് ഏതാണ്ട് 20 വർഷത്തിനപ്പുറം 2040 നമുക്ക് അതിൻ്റെ ഗുണം ലഭിച്ചേക്കും. വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കുറച്ചുകൂടി സ്കില്ലുള്ള കുട്ടികൾ വളർന്നു വരുന്നൊരു കാലം 2040 ഉണ്ടായേക്കാം. പക്ഷേ അതുവരെ ഈ പദ്ധതി ഒരാശ്വാസം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഈടില്ലാതെ രാജ്യത്ത് ഏതാണ്ട് 30 ലക്ഷം പേർക്കെങ്കിലും സ്വന്തമായി ചെറുതായെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ച മുദ്രാ യോജന ലോൺ ഇനി 20 ലക്ഷം രൂപ വരെ കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷേ അവിടെയും മെറിറ്റ് മാത്രമായിരിക്കും മാനദണ്ഡം. കാരണം നേരത്തെ മുദ്രാ ലോണിൻ്റെ ചെറിയ വിഹിതമെങ്കിലും ലഭിക്കുകയും ഒരു ബിസിനസ്സെങ്കിലും തുടങ്ങുകയും ചെയ്ത് കൃത്യമായി ബാങ്കുകൾക്ക് തിരിച്ചടവ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ആ ബിസിനസ് വലുതാക്കാൻ വേണ്ടിയാവും ആദ്യഘട്ടത്തിൽ ഈ 20 ലക്ഷം രൂപയുടെ മുദ്രാ ലോൺ ലഭിക്കാൻ പോകുന്നത്. അപ്പോഴും നിലവിലെ ബിസിനസ് വലുതാകുമ്പോൾ തൊഴിലവസരം അവിടെയും കൂടുകയാണ്. മാത്രമല്ല കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി പ്ലാനോടെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് 20 ലക്ഷം രൂപ ഈടില്ലാതെ ലഭിക്കുക എന്നത് ഈ കാലത്ത് ഏറ്റവും മികച്ചൊരു അവസരമാണ്, സാധ്യതയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയാൽ ഈ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ് കരയേണ്ടി വരില്ല എന്നുറപ്പാണ്. മറ്റൊന്നാണ് ഇതേ യുവതിയുവാക്കൾക്ക് തൊഴിൽ സാധ്യത നൽകാൻ മോദി സർക്കാർ നടപ്പിലാക്കിയ സ്കിൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയം. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി അവിടെ നടപ്പിലാക്കി വിജയിപ്പിച്ച പദ്ധതി രാജ്യത്താകെ വ്യാപിപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയായതിനു ശേഷം സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നൊരു മന്ത്രാലയം കൊണ്ടുവന്ന് ചെയ്തത്. രാഹുൽ ഗാന്ധി മുതൽ NDAക്കൊപ്പമുള്ള ചില പാർട്ടികളും നേതാക്കളും വരെ രാജ്യത്ത് ജാതി തിരിച്ചുള്ള സെൻസസ് നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പറഞ്ഞത് രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും സ്കിൽ സെൻസസ് നടത്തണമെന്നാണ്. അതായത് യൂണിവേഴ്സിറ്റികളിൽ, ITIകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനോ സ്വയം സംരംഭം തുടങ്ങാനോ ഉള്ള സ്കില്ലുണ്ടോ എന്ന് സർവേ നടത്തണമെന്നാണ്. അങ്ങനെ സ്കില്ലുള്ളവരുടെ ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കണം. അവർക്ക് തൊഴിലവസരങ്ങളിൽ മുൻഗണന ലഭിക്കണം. അത് സ്വദേശത്തായാലും വിദേശത്തായാലും സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും സർക്കാർ സ്ഥാപനങ്ങളിലായാലും. സ്കില്ലില്ലാത്ത കുട്ടികളെ ഒഴിവാക്കണമെന്നല്ല, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്കിൽ മന്ത്രാലയത്തിൽ കൂടുതൽ ഫണ്ട് ചെലവഴിച്ച് രാജ്യത്തിൻ്റെ ശക്തികളാകേണ്ട ആ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം നൽകണമെന്നാണ്. ഇതാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ച വാദം. അതിനും ഈ ബജറ്റ് പരിഗണന നൽകിയിരിക്കുന്നു. 20 ലക്ഷം യുവതിയുവാക്കൾക്ക് സ്കിൽ പരിശീലനം ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നു. കൂടാതെ പരിശീലനത്തിൻ്റെ ഭാഗമായി 10 ലക്ഷം രൂപ വരെ ഇന്നൊവേഷൻ ലോൺ നൽകാനും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് എന്നതും ഈ ബജറ്റ് എടുത്തു പറയുന്നു. കാരണം ഈ രാജ്യത്ത് ഇപ്പോഴും ഐഡിയലായി പോകുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ മോദിയുടെ ലക്ഷ്യമായ 5 ട്രില്യൺ എക്കണോമിയും 2047 വികസിത ഭാരതവും ഒക്കെ സാധ്യമാവുകയുള്ളൂ എന്നതുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രം കൂടുതലെന്തോ നൽകിയെന്നുള്ള പ്രചാരണം. ഓരോ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വീതം വയ്ക്കുന്നതല്ല മോദി സർക്കാരിൻ്റെ ബജറ്റ് എന്നത് പുതുമയല്ല. നികുതി വിഹിതവും പദ്ധതി വിഹിതവും കൃത്യമായി ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന മോദി സർക്കാർ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ച് ടാർഗറ്റുകൾ നൽകി പണം അനുവദിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ സംസ്ഥാന വിഹിതം കൂടി ഉൾപ്പെടുത്തി സമയബന്ധിതമായി ആ പ്രോജക്റ്റ് നടപ്പിലാക്കി അതിൻ്റെ നേട്ടം കൊയ്യാൻ ഓരോ സംസ്ഥാനവും മത്സരിക്കുക മാത്രം ചെയ്താൽ മതി അവർക്ക് സ്വയം വളർന്നു വരാൻ. ഓരോ സംസ്ഥാനവും വളരുമ്പോൾ രാജ്യവും വളരും. ഓരോ സംസ്ഥാനവും അവർക്കുള്ള പ്രത്യേക കഴിവുകൾ എന്താണോ അതുപയോഗപ്പെടുത്തി ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കണം. അതിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കണം. അതാണ് മോദിയുടെ നയം. ഇത് പുതിയ കാലമാണ്. ആ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഓരോ സംസ്ഥാനങ്ങളും തയ്യാറായാൽ നമുക്കും ഉയരത്തിലെത്താം.